ഹലോ. എന്തെല്ലാം നനു? അല്ല, നീ ഇന്ന് രാവിലെ ക്ലാസ്സിന് വന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഊട്ടിക്ക് പോണ്ടല്ലേ. അതന്നെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് പെട്ടെന്നൊന്നും നടക്കൂലേനു. എന്തേ? അത് ഞാൻ പറഞ്ഞില്ലേ, കൊറേ വീട്ടില് ലീവാക്കണം. പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് എന്തെന്നും പറഞ്ഞിട്ടാ വരുവാന്നുള്ള ഞാൻ ആലോചിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്മയോട് എന്തെങ്കിലും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിന്റെ എല്ലാം ഒരു ദിവസം അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും കല്യാണത്തിനടിയും പോകൂലെന്ന് പറയാൻ പറ്റും. നമ്മക്കറിയാലോ അങ്ങനെ പോകൂലെന്ന്. പിന്നെ പറ. അല്ല, ഞാൻ വിചാരിച്ചു നീ വന്നാല് ഞാൻ വീട്ടിലെല്ലാം ഒന്ന് കൂട്ടി പോകാന്ന് വിചാരിച്ചു. ഇന്നോ? എന്റെ അനുവിന് ഇത് മാത്രമേ ഉള്ളൂ. എനക്കെന്ത് വിചാരിക്കാനാ? ഇന്നലെയല്ലേ അനുവിന് വേണ്ടുവോളം ഞാൻ എന്നാ അനു പറയുന്ന എല്ലാം ആക്കിയേ. അയ്യോ, അങ്ങനെയല്ലല്ലോ. ഒരു ദിവസം കിട്ടിയാലും ഇതെങ്ങനെയാന്ന് അനു സഹിച്ച് പിടിച്ച് നിക്കുന്നത്? അങ്ങനെയുണ്ട്. അനു അന്നേരം എങ്ങനെയാ അന്നാ വണ്ടിയിൽ ഇരുത്തിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്? ഇപ്പൊ എനക്ക് ഉറപ്പല്ലേ വിളിച്ചാൽ എപ്പായാലും വരും. അതുകൊണ്ടാണ് സമാധാനമായിട്ട് പഠിപ്പിച്ചിരുന്നല്ലേ. അപ്പൊ വണ്ടിയിൽ വേണ്ട, വീട്ടിൽ വിളിക്കാന്നിരിക്കും. പിന്നെ എനക്കൊരു അനുവിന് എപ്പം തൊട്ട ഈ ഇങ്ങനെയുള്ള ഇതെല്ലാം അറിയാൻ പഠിച്ചത് എപ്പോ? ഇതെല്ലാം എങ്ങനെയാ അറിയാം? എത്ര വയസ്സ് മുതൽ അറിയാ? എന്തിനാണ് വെറുതെ അറിയാൻ. അല്ല, അന്ന് കഥ പറഞ്ഞ പോലെ ആവുക? അതൊന്നുമില്ല. അത് പോലല്ല ഞാൻ ചോദിച്ചേ. അനക്ക് ഇത്ര വയസ്സായിട്ട് അനക്കിനെ പറ്റി അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ലേന്നു. അനുവിന് ഇത് നല്ലോണം ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാ. അന്നെ വരെ പഠിപ്പിച്ചില്ലേ അനു? അതെങ്ങനെയാ അനു? അറിയണം നിർബന്ധ? അല്ല, എത്ര വയസ്സ് മുതലാ ഇങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങുന്നത്? ഒരു 10-16 വയസ്സ് മുതലുണ്ട്. 16 വയസ്സിൽ ഇങ്ങനെ എല്ലാം ഉണ്ടേനു? ഒന്നുമില്ല. ആരുമായിട്ട്? അതൊരു സംഭവമാണ്. അറിയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എങ്കിൽ അന്ന് ഞാൻ കഥ പറഞ്ഞിട്ട് അനീഷ് വിഷമായ പോലെ 6. കുറച്ച് സൗണ്ട് കുറവ് പോലെയുണ്ട് അനു. എന്തിട്ട്? സൗണ്ട് കുറവൊന്നുമില്ലല്ലോ. ഇപ്പൊ ഓക്കെ. എന്തോ അല്ല, അന്ന് കഥ പറഞ്ഞിട്ട് പിന്നെ 2 ദിവസത്തേക്ക് ഇതല്ലേനോ? ഇല്ല. അത് ഞാൻ വിട്ട്. ഇപ്പൊ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അങ്ങനെ ആവില്ലെങ്കിൽ ഞാൻ പറഞ്ഞ. അങ്ങനെയൊന്നും ആവൂല. പറ. അത് പിന്നെ അങ്ങ് എന്റെ വീട്ടില് ഒരു കല്യാണം ഉണ്ടേന്. ആളൊന്നും പറയില്ല. അപ്പൊ കല്യാണത്തിന്റെ സമയം ബന്ധുക്കളും എല്ലാരും വരുമല്ലോ. അപ്പൊ അങ്ങനെ എന്റെ മാമന്റെ മോനും അങ്ങനെ വന്ന്. നമ്മക്ക് രണ്ടാക്കും ഒരേ പ്രായമല്ല. മോന് രണ്ടാക്കാൾ 2 വയസ്സ് അധികമുണ്ട്. എന്നാലും നമ്മള് എടാ അങ്ങനെയാ വിളിക്കുക. അപ്പുറം ഇപ്പുറം അങ്ങനെ പോവാ. അപ്പൊ പിന്നെ പണ്ടി ചെറുതിൽ അങ്ങനത്തെ ഇതൊന്നുമില്ലല്ലോ. ഇപ്പൊ ഒരുമിച്ച് അന്ന് കല്യാണത്തിന്റെ തലേന്ന് പിന്നെ അങ്ങനെ ഒരുമിച്ചാണ് നമ്മള് റൂമിൽ കിടന്നത്. ഒരുമിച്ചാ? അങ്ങനത്തെ വിചാരമൊന്നുമില്ല. നമ്മള് ചെറുതല്ലേ, 16 വയസ്സ്.
ഉം, അവനൊരു 18 വയസ്സ് ഉണ്ടാവും. ഉം, അപ്പൊ ഇങ്ങനെ പിന്നെ കടന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ നല്ല ഓർക്കും ഉം, ഇങ്ങനെ എന്നെ പറ്റി പറ്റിയത് കടന്നിട്ടുള്ളത്. ഉം, പിന്നെ അന്നെ ഇങ്ങനെ പിടിക്കാൻ കഴിഞ്ഞു. ഉം, അടുത്ത് വന്ന് കിടന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മള് കുത്തി കിടക്കുമല്ലോ, ഉം, അതുപോലെ കിടന്ന് അതൊന്നും തോന്നിയില്ല. ഉം, ഇങ്ങനെ എന്തെങ്കിലും തോന്നിയിരിക്കും. ഉം. ഉം. എന്നിട്ട് ഏ? എന്നിട്ടോ? അന്നേരം നീ ഇപ്പൊ എന്നാ ചെയ്ത് തന്നെ ഇങ്ങനെ അതുപോലെ ഡ്രൈവിങ് പഠിച്ചു. ഓൻ ഡ്രൈവിംഗ് ഓടിച്ചു. എന്നിട്ട് അപ്പൊ അനുവിനെ ഓൻ പഠിപ്പിക്കല്ലേ ഇതേ നേരോ? പഠിപ്പിച്ചതല്ല, ഓന്റെ ഇഷ്ടത്തിന് ഓൻ പഠിച്ചു. എന്നിട്ട് അന്നേരം അനു ഒന്നും പറഞ്ഞിട്ടില്ല, വേണ്ടാന്നു? വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ തോന്നിട്ടില്ല. എന്നേരോ ഇപ്പൊ ഉള്ള പോലെ അതിനു എല്ലാം ഇങ്ങനെ ഇപ്പൊ ഉള്ള അത്രയും വലിയ എല്ലാം ഉണ്ടേനു? അത്രയും വലുതൊന്നും ഉണ്ടാവില്ലല്ലോ. 16 വയസ്സില്. എന്നാലും ഞാൻ കുറച്ച് ഉഷാറെല്ലാം ഉള്ളോണ്ട് കുറച്ച് കാഴ്ചയൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ അത് രസമായിട്ട് തോന്നി. ഇതെല്ലാം ചെറിയ നാരങ്ങന്റെ എല്ലാം മണ്ണം ഉണ്ടാവും അല്ലേ? പിന്നെ അതൊരു രസമായി. പിന്നെ എന്നിട്ട് പിന്നുണ്ട്. പിന്നെ വീട്ടില് വന്നാല് അപ്പൊ ആരും കാണുമൊന്നുമില്ല? കാണാനെന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മള് ആളെ നിർത്തി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അന്നേരേ അനുവിന് തന്നെയാണല്ലേ പരിപാടി? പരിപാടി എന്ന് പറഞ്ഞാല് അത് പിന്നൊരു ഹരമായിട്ട് തോന്നി. വെറുതെ അല്ല അനുവിനിപ്പൊ മിണ്ടാണ്ട് നിൽക്കാൻ പറ്റാതെ അല്ലേ അതൊന്നും ഇല്ലാണ്ട്. പിന്നെ കൊറേ കാലം ഒന്നും ഇല്ല ഇങ്ങോട്ടാ. കുറച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു കഥ. അത് പിന്നെ കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇപ്പൊ അന്നെയാന്ന് പഠിപ്പിക്കുന്നത് നല്ല കിട്ടിയിട്ട്? അതിന്റെ ഇടയിൽ വേറെ ആരുമില്ല? അതിന്റെ ഇടയിൽ ആരുമില്ല. നീ അന്നെ അങ്ങനെ വിചാരിക്കണ്ടാട്ടാ. അല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചാന്ന്. അനക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ഇതും വിചാരമൊന്നും ഇല്ലേനു. ഇപ്പൊ ഉണ്ട് കേട്ടാ എന്നെ പഠിപ്പിച്ചു തരാം. മറ്റേ എനക്ക് ഓണടിക്കണ്ടേ അറിയില്ല. അത് അടിക്കാനുള്ളതാന്ന് പോലും അറിയില്ല. എന്നാലും ഇങ്ങനെ കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നല്ലാണ്ട് ഇങ്ങനെയല്ലാന്നുള്ളത് എനക്ക് അറിയില്ലേനു. അല്ല അനീഷ് ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് നിന്നിട്ടുണ്ടാ? ആരെങ്കിലും പെൺകുട്ടികൾ ഒന്നിച്ചല്ലോ? ഇല്ല, പക്ഷെ എനക്ക് അറിയില്ലേനു. പക്ഷെ പണ്ടേ തോന്നും. ആകപ്പാട് ഒന്നിച്ച് നിന്ന് ഇപ്പൊ അനുവിന്റെ ഒപ്പരാ. പെൺകുട്ടികൾ പെണ്ണുങ്ങളായി തട്ടിമുട്ടി നിക്കുമ്പോ ഇതെല്ലാം തോന്നുക. അപ്പൊ പെൺകുട്ടിയൊക്കെ ആണുങ്ങളെ തട്ടിമുട്ടി നിൽക്കുമ്പോ ഇങ്ങനെ തോന്നൂലേ? തോന്നും. അപ്പൊ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ ഇപ്പോഴത്തെ ഒരുപാട് പിള്ളേർ ഇങ്ങനെ തട്ടിമുട്ടിയും പല രീതിയിലും പല സ്ഥലത്ത് എല്ലാം നിൽക്കുന്ന കാണുന്നുണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഇങ്ങനെ ആയിരിക്കൂലേ? ആയിരിക്കും. അതായിരിക്കും രസം. ഇപ്പൊ അതെല്ലാം ഒരു രസമല്ലേ? അപ്പൊ അനുവിന് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാല്ലേ? അന്നേരം അന്ന് ഈ 16 വയസ്സുള്ളവർ അന്നേരം ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ തന്നെ ശരിക്ക് എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നില്ല. അതെല്ലാം അന്നേരം ചെയ്യലുണ്ട്, പഠിക്കലുണ്ട് അന്നേരം. അവനീ കാര്യമെല്ലാം അറിയാം. ഇത്ര ചെറുതില്ലയാ?
ഉം. എന്നാൽ ഇതിങ്ങനെ കുറയോട്ടാകുമ്പോ ഉം. ഇതിന്റെ എലാസ്റ്റിക് വലിഞ്ഞിട്ട് ലൂസായി പോവില്ല? അതൊന്നുമില്ല. ലൂസായ പോലെ ഉണ്ടാ? ഇല്ല, ഞാൻ ചോദിച്ചാന്ന്. ലൂസാ? എന്ത് ലൂസ്? ഗിയറിൽ ഇടുമ്പോ ഭയങ്കര ടൈറ്റാണ്. ഗിയർ തന്നെ പൊട്ടിപ്പോവാതെ ഭാഗ്യം. കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്താൽ മതി. ഓയില് ഇടാണ്ട് തന്നെ ഓയിലിട്ട പോലെ ഉണ്ടല്ലോ. ഓയിൽ തനിയെ വരുന്നുണ്ടല്ലേ? ഓയിൽ വേഗം തന്നെ വരുന്ന ഇട്ട പോലെ തോന്നുന്നുണ്ടല്ലോ. അതുണ്ടാവുമല്ലോ. അതിനു എന്റെ കൈ പിടിച്ചിട്ട് ഗിയർ ഇടുന്നതിന്റെ ആടെ ഇങ്ങനെ തൊട്ടേരം ഒരുപാട് ഓയിൽ ഇങ്ങനെ വലിച്ചു വന്നിട്ട് ഞാൻ വെച്ച് ലീക്ക് ആയതാന്നു. അങ്ങനെ ഉണ്ടാവും. മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി. ആദ്യം ഒന്നും മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി അതങ്ങനെ ഉണ്ടാവും, ഓയിൽ ഉണ്ടാവും. അതെന്തിനാ ഇങ്ങനെ ഓയിൽ ഉണ്ടാകുന്നത്? ഇത് ഗിയർ ഇടുമ്പോ നല്ല ഇതില് കയറി പോവാനാ? ഗിയർ ഇടാനാ? എന്താ പറയണ്ടേ, ഞാനിങ്ങനെ പറഞ്ഞേ. അങ്ങനെ തോന്നുമ്പോ നമുക്ക് ഇതാകുമ്പോ പിന്നെ ഇതാകുന്നല്ലേ ഓയിൽ. അനുവിന്റെ അടുക്ക തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അന്നേരം എനിക്ക്. അത് ഞാൻ പഠിപ്പിച്ചു തരും. അല്ലാതെ എവിടെയെങ്കിലും പോയാല് നന്നായിട്ട് പഠിക്കാം. ഞാൻ നോക്കട്ടെ. ഞാൻ പക്ഷേങ്കില് വേറെ ഏതെങ്കിലും ഒരു ചങ്ങായിന്റെ വീട്ടിൽ കുറച്ച് ദൂരെയാണ് കല്യാണം എന്നിട്ട് പറഞ്ഞ് സെറ്റാക്കാൻ പറ്റും നോക്കട്ടെ. ഞാൻ എനിക്കതെല്ലാം അറിയാലോ. അതിനെ വിളിച്ചാ പിന്നെ ഞാൻ ചെയ്യാ. നമുക്ക് 2 ദിവസത്തെ ടൂർ പ്ലാൻ ചെയ്യാം. ഞാൻ പറയാ. ശരി.